നമസ്കാരം. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതായിരിക്കും വിചാരിക്കുന്നല്ലേ? ഇത് നമ്മുടെ മുത്തിക്കുടയുണ്ട്, മുത്തിക്കുട. അതിൻ്റെ അടിയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന അലുക്ക് എന്ന് പറഞ്ഞൊരു ഐറ്റമുണ്ട്. അത് മുത്തിക്കുടയുടെ മേളിലുള്ള മകുടത്തിലും വരും, മുത്തിക്കുടയ്ക്ക് ചുറ്റും ഇങ്ങനെ കിടക്കും. നല്ല ഭംഗി അത് കാണാൻ. ഇത് അലൂമിനിയം, അത് അകവും പുറവും ഫിനിഷഡ് ആയിട്ടുള്ള അലൂമിനിയം. ആ അലൂമിനിയം ഷീറ്റ് വാങ്ങിച്ച് നമ്മളത് കീറി, അതിൻ്റെ ഒരു അളവുണ്ട്, ഇതിനകത്ത് കീറുന്നൊരു അളവുണ്ട്. ആ അളവിനെ കീറിയിട്ട് നമ്മളത് അടിച്ച് എടുക്കുകയാണ്. അപ്പോൾ അടിച്ച് എടുത്തു കഴിയുമ്പോൾ എന്താ ഇതുപോലെ വരും. വേണ്ട, ഇങ്ങനെ വരും. എന്താ ഇത് ഇല എന്ന് പറയും, ഇത് താലി. അപ്പോൾ ഇത്തിരി 3 ഇല ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ അടിയിൽ ഒരു താലിയും വരും. അതിങ്ങനെ തൂങ്ങിക്കിടക്കും. ഇതാ ഈ കമ്പിയുണ്ടോ, ഈ കമ്പി ഇതിങ്ങനെ കെട്ടിയെടുക്കുകയാണ്. ഇങ്ങനെ കെട്ടിയാണ് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇതാണ് ഈ അലുക്ക് എന്ന് പറയുന്നത്. ഇതിങ്ങനെ മുത്തുക്കുടയുടെ അടിയിലിങ്ങനെ പിടിപ്പിക്കും. അപ്പോൾ ഒരു മുത്തിക്കുടയുടെ ചുറ്റുമുള്ള ആ ഒരു നീളവും പിന്നെ അതിൻ്റെ മേളിലൊരു മകുടം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചെറിയ ചുറ്റളവുള്ള അത്രയും വെച്ചിട്ടാണ്, അതിൻ്റെ നീളം അനുസരിച്ചാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഏതായാലും എൻ്റെ നാട്ടിൻ പ്രദേശത്തുള്ള ഇവിടെയുള്ള ആൾക്കാരല്ലാതെ കുറച്ച് ദൂരെ നിന്നും ഒക്കെ ആൾക്കാർ കിട്ടുന്നുണ്ട്. പിന്നെ ബന്ധത്തിൽപ്പെട്ട കുറേ ആൾക്കാർ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. സുഹൃത്തുക്കളുടെ ഭാര്യമാർ ഇതുപോലെ ചുമ്മാരിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. പലരും ഇപ്പോഴും ആവശ്യപ്പെടാറുണ്ട്. പക്ഷേ നമ്മൾ ഒരുപാട് ഇല്ലാത്തതുകൊണ്ട് ഉള്ളവരെ ഇങ്ങനെ നിലനിർത്തി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. പിന്നെ സീസൺ സമയമാണ്, കലാകാരന്മാരുടെ സീസൺ എന്ന് പറഞ്ഞ പോലെ തന്നെ ഉത്സവ സീസൺ, പള്ളി പെരുന്നാളുകളൊക്കെ വരുമ്പോഴാണ് ഇത് കൂടുതലും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഇതെടുക്കാൻ ഒരാൾ വരുന്നുണ്ട്. ആ ആൾക്ക് ചിലപ്പോൾ 1-2 പേരുണ്ട്, അതിൽ ആരെങ്കിലും വരും. അവർക്ക് നമുക്ക് ന്യായമായിട്ട് വില ഒക്കെ വെച്ച് കിട്ടും. അതിങ്ങനെ കാര്യങ്ങൾ നടന്നു പോകുന്നു. അപ്പം 60 സ്ത്രീകളോളം ഇതിപ്പോൾ കെട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറേ വർഷമായിട്ട് ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക്, അതായത് അധിക സമയമുള്ളവർ, ഇപ്പോൾ സീരിയൽ കാണുന്ന സമയത്തോ അല്ലെങ്കിൽ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്തോ ഒക്കെ ഇത് കെട്ടിയെടുക്കാം. വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോഴും അതും കെട്ടിയെടുക്കാം. അപ്പോൾ അതിന് നിശ്ചിതമായിട്ട് ചെറിയൊരു തുക നമ്മൾ കൊടുക്കും. ഒരു മാല കിട്ടുന്നതിന് 100 രൂപയെന്നാണ്. അപ്പോൾ അങ്ങനെ ഈ കിട്ടുന്നവരെല്ലാം ഹാപ്പിയാണ്. കുറേയേറെ പേര് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്, ബൾക്കായിട്ട് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു 10-12 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഭയങ്കര വരുമാനമില്ല, എങ്കിലും നഷ്ടമില്ലാതെ ഇങ്ങനെ പോകുന്നൊരു സംരംഭം. അപ്പോൾ ഞാനിവിടെ ഷോയൊന്നും ഇല്ലാത്തപ്പോൾ ഞാനിവിടെ ഇരുന്നത് ചെയ്യും, തവിട് വാങ്ങും. നേരത്തേക്ക് ഇതിന് വില കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത് അലുമിനിയം ഒക്കെ ആയതുകൊണ്ട് ഇപ്പം ഭയങ്കരമായിട്ട് വില കൂടി. നമ്മളെടുത്ത് ശകലം എടുത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ ടാക്സ് ഉൾപ്പെടെ കൊടുത്ത് എടുക്കുന്നത്. അങ്ങനെയാണല്ലോ അല്ല, GST കൊടുത്ത് അങ്ങനെ എടുക്കുന്നുണ്ട്, ആ സംഭരം ചെയ്യുന്നു. അപ്പോൾ ഇത് ഞാൻ ഇടാൻ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ആയിട്ടായാലും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന മനസ്സിനൊരു വലിയൊരു സന്തോഷം, അതും കൂടെ പങ്കുവെക്കാനാണ് ഞാനൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഈ സ്റ്റേജ് ഷോയോ പരിപാടികളോ ചാനൽ പരിപാടിയോ ഒന്നും ഇല്ലാതെ ഇപ്പം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വരുമാനമില്ലെങ്കിലും ഇതൊരു ചെറിയൊരു ആശ്വാസമാണ്. വൈഫാണ് ചെയ്യുന്നത്, നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. എൻ്റെ സൗകര്യത്തിന് എൻ്റെ സമയത്തിന് വന്ന് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ ഒരു കടയുണ്ടായിരുന്നു, കട ഞാൻ നിർത്തിയെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ മകൻ്റെ ഒരു വിവാഹമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ ആയി വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ശകലം കൂടെ സൗകര്യമുള്ള ഒരു വീട്ടിലേക്ക് ഞാൻ വാടകയ്ക്ക് മാറിയിരിക്കുക. അപ്പം എൻ്റെ വീട് വേറെ വാടകയ്ക്ക് കൊടുത്തു. അപ്പോൾ അങ്ങനെ നിൽക്കുന്നു. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിനൊരു നല്ലൊരു ആശ്വാസമാണ്. ഒരുപാട് കാശൊന്നും കിട്ടത്തില്ലെങ്കിലും നഷ്ടമില്ലാതെ, എന്നാൽ അമിത ലാഭമില്ലാതെ ഒരു ചെറിയ തൊഴിൽ. അതിലുപരി ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, കുറേ ആൾക്കാർക്ക് നല്ലൊരു ആശ്വാസമായി. കാരണം ഓരോരുത്തരും വന്ന് കെട്ടിയിട്ട് നല്ല ശതമാനം കാശൊക്കെ ആയിട്ട് പോകും. ഇത് എൻ്റെ സംരംഭമല്ല കേട്ടോ, വൈഫ് അവൾ ചെയ്യുന്ന സംഭവമാണ്. തകിട് വാങ്ങിച്ച് ഞാനത് മുറിച്ച് ഇത് കൊടുക്കും. സമയമുള്ളപ്പോൾ ഞാൻ അടിച്ചു കൊടുക്കും. ഷോയ്ക്ക് ഉള്ളപ്പോൾ ഞാൻ ഷോയ്ക്കും പോകും. അപ്പോൾ പുള്ളിക്കാരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഞങ്ങൾ തുടങ്ങിയിട്ടൊരു 10-12-13 വർഷം ആയി. ഈ മെഷീൻ എടുത്തിട്ട് കുറച്ചേ ഉള്ളൂ. വൈഫുണ്ട്, വൈഫിനെ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പം എൻ്റെ വൈഫാണ് ഗീതാ കണ്ണൻ.
ഇത് എന്നാ നീ ചെയ്തു തുടങ്ങിയതെന്ന് പറഞ്ഞത്? ഞാൻ മോളെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ചുമ്മാ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി ഇതേ ഒരു ചുമ്മാ ഇരിക്കുമല്ലേ ടൈം പാസിന് വേണ്ടി ഒരു സാധനം കൊണ്ടു തരാമെന്നും പറഞ്ഞ് എനിക്ക് കൊണ്ടുതന്ന്. അപ്പോൾ ഞാനത് അവർ കൊണ്ടുതന്ന്. അപ്പോൾ അന്നേരം അറിയുന്ന മുത്തുക്കുടയുടെ അലുക്കത്ത് കെട്ടുന്നതാണെന്നും പറഞ്ഞ് അങ്ങനെ ഞാനത് വീട്ടിലിരുന്ന് കെട്ടുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരികൾ കുറേ 2-3 പേര് വന്നിങ്ങനെ എന്നെ കൂടെ പഠിപ്പിക്കാവോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അവരെയും പഠിപ്പിച്ചു. അങ്ങനെ കുറേ പേർക്ക് ഞാനിത് എനിക്ക് തന്ന ആളിൽ നിന്ന് വാങ്ങിച്ച് സപ്ലൈ ചെയ്തു. അങ്ങനെ അവരിൽ നിന്ന് വേറെ കൂട്ടുകാരികൾക്ക് കൊടുത്തു. അങ്ങനെ കുറേ പേര് സംഗതി ഇത് കൊണ്ടു കൊടുത്ത ശേഷം തികയാതെ വന്നു. മറ്റുള്ള കൂട്ടുകാരികളൊക്കെ വന്ന് ഇങ്ങനെ ചോദിക്കും, ഇതെന്താ ചോദിച്ചാൽ അവർ കെട്ടി പഠിപ്പിച്ച് അവർ വീണ്ടും ആവശ്യപ്പെടുമ്പോഴത്തേന് ഈ തരുന്ന ആളുടെ അത്രയും കൊണ്ട് എടുക്കാനില്ല. അങ്ങനെ അങ്ങനെ ഇരുന്നപ്പോഴാണ് പുള്ളിക്കാരി എന്നോടൊരു ആശയം പങ്കുവെച്ചത്. അതെന്തായിരുന്നു സംഭവം? അന്നേരം ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് ഒരു മെഷീൻ എടുത്ത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് വീട്ടിൽ ഇരുന്നൊരു തൊഴിലും ആവുമല്ലോ. ഞാൻ ചേട്ടനോട് പറഞ്ഞു, അന്ന ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു മെഷീൻ എടുത്ത് ഇത് തന്നെ നമുക്കിത് ചെയ്താൽ കുറെ പെണ്ണുങ്ങൾക്ക് ഇത് സപ്ലൈ ചെയ്താൽ എനിക്ക് വീട്ടിലിരുന്നൊരു പണിയാകും. അപ്പം വേറെ സംഭവിച്ചാല് ഈ മെഷീൻ എടുക്കാന്ന് പറഞ്ഞു. മെഷീൻ കിട്ടുന്ന സ്ഥലം അറിയണ്ടേ? ആർക്കും അറിയത്തില്ല എവിടെ കിട്ടും. ഇത് കൊണ്ടുതരുന്ന ആൾ പോലും പറയുന്നല്ലേ മെഷീൻ്റെ അടുത്ത് കിട്ടുമെന്ന്. അപ്പം ഞാൻ കുറെ മെനക്കെട്ട് ഈ മെഷീൻ കണ്ടുപിടിക്കണം. അങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ളൊരു ചേട്ടൻ, അദ്ദേഹം ഇപ്പോൾ എറണാകുളത്താണ്, രാജചേട്ടൻ എന്ന് പറയും. അദ്ദേഹത്തെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ചേട്ടാ ഇങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പം എന്താണെന്ന് ചോദിച്ചു. നമ്മൾ ഇതുപോലെ ആണ്. അപ്പോൾ പുള്ളി ഡൈ ഉണ്ടാക്കുന്ന ആളാണ്. ഞാൻ നോട്ടെ നമുക്ക് കൈകാര്യം ചെയ്യല്ലോ, നീ അതിൻ്റെ മോഡൽ വെച്ചാൽ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ അലിക്കുണ്ടാക്കുന്നതിൻ്റെ ഇത് കൊണ്ട് കാണിച്ചു. അദ്ദേഹം ഇലയിൽ കൊടുത്തിട്ട് പറഞ്ഞു, അത് നോക്കട്ടാ എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ച് പറഞ്ഞു, എടാ നമുക്ക് റെഡിയാക്കാം, സംഗതി ഓക്കെയാണ്, പാർട്സൊക്കെ ഇതൊക്കെ റെഡിയാക്കി ഞാൻ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്, അതിന് ഇത്ര ഒരു തുകയും പറഞ്ഞു. ആ തുക പറഞ്ഞു, ചെറിയ തുകയല്ല കേട്ടോ, ശാലം നല്ല തുകയായിരുന്നു. അത് ഞങ്ങൾ ഒപ്പിച്ച് കൊടുത്തു. അങ്ങനെ മെഷീൻ കൊണ്ടുവന്നു. ഞങ്ങൾ പതുക്കെ തുടങ്ങി. ആദ്യമൊക്കെ ചെയ്യുമ്പം അത്രയൊന്നും ക്ലിയർ അല്ല, ഞാനാ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ ഇവൾ ഓടിക്കും, ഉള്ള തകിടും മേടിച്ചു. കാരണം അലൂമിനിയം അല്ലേ, ഭയങ്കര വിലയാണ്, അത് കളയാൻ പറയുന്നു, ഓടിക്കും. പിന്നെ ഞാനിരുന്ന് പഠിച്ചു, തന്നെ ഇരുന്ന് പഠിച്ച് ഉണ്ടാക്കി ഇതാക്കി കഴിഞ്ഞു. പിന്നെ ഷോയും കാര്യങ്ങളായിട്ട് ഞാൻ പോകുമ്പം പുള്ളിക്കാരി ഇരുന്ന് ആ തകിട് വെട്ടി അത് അതിനകത്ത് ഇട്ട് അടിച്ചു ഇതൊക്കെ ആക്കി എടുക്കാൻ തുടങ്ങി. പിന്നെ എന്നെക്കാളും എക്സ്പെർട്ടായി അല്ലേ? അപ്പൊ എത്ര പേര് ഇപ്പൊ കിട്ടുന്നുണ്ടോ? ഇപ്പം കുറഞ്ഞ ഒരു 10-50 പെണ്ണുങ്ങളോളം വാങ്ങിച്ച് കെട്ടി ദൂരെ നിന്നൊക്കെ വന്ന് വാങ്ങിച്ചോണ്ട് പോകുന്നുണ്ട്. ഞാൻ മുമ്പ് 60 പറഞ്ഞായിരുന്നു. അതെ, 60 ഉണ്ട്. അവര് സബായിട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ വാങ്ങിച്ചോണ്ട് പോയി കുറെ പേർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറെ നല്ലൊരു ഇതായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എനിക്ക് ഒരു സമ്പാദ്യശീലം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഇതിൽ നിന്ന്. അതിൽ തന്നെ അല്ല സമ്പാദ്യം തന്നെ, ഇത് നല്ലൊരു എക്സസൈസും കൂടെ. ഈ അടി ഒരു ദിവസം എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ചേട്ടനെ നിർബന്ധിച്ചത് മുറിച്ചതാന്നും പറഞ്ഞ് ഞാൻ ചേട്ടനോട് വഴക്കുണ്ടാക്കിയിട്ട് എനിക്കതൊരു എക്സസൈസ് ആയിട്ടാ തോന്നുന്നത്. ഞാൻ മുറിച്ചു കൊടുക്കും എന്നെ കൊണ്ട്. കാരണം തന്നെ മുറിച്ചാൽ ചിലപ്പോൾ ഇതായി പോവും, ഇതിനകത്ത് ഡൈക്കകത്ത് കയറി അത് വരാതിരിക്കുന്ന. അങ്ങനെ ഞാൻ ചെയ്തു. മോനുവൻ സഹായിക്കുന്നുണ്ട്, സഹായിക്കും, വെട്ടിത്തരും. അങ്ങനെ ഇതൊരു നല്ലൊരു ബിസിനസ് ആയിട്ട് ഇപ്പം കൊണ്ടുപോകുന്നുണ്ട്. അപ്പം നമുക്ക് ഭയങ്കര ലാഭമൊന്നും ഇല്ലെങ്കിലും ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, പുള്ളിക്കാരുടെ ബുദ്ധിയിൽ നിന്നും തോന്നി ചെറിയൊരു സംരംഭം, ചെറുകിട സംരംഭം കുറച്ചേറെ പേർക്ക് ഒരു തുണയാകുന്നു അല്ലേ? അതെ. അപ്പൊ ഇത് ഞങ്ങളത് കുറച്ചല്ലേ റെസ്റ്റ് ചെയ്യാന്നും പറഞ്ഞ് ഞാൻ ചിലപ്പോ ഇത് അടിക്കാതിരുന്നാലും പെണ്ണുങ്ങൾ വിളിയാ ഫോണില്, ചേച്ചി മുക്ത അല്ലെങ്കിൽ ഗീത, നല്ല പ്രായമുള്ള 70 വയസ്സ് വരെ അമ്മമാര് വരെ വീട്ടിലിരുന്ന് ഈ തൊഴിൽ ചെയ്യുന്നുണ്ട്. സമയത്തും ഒക്കെ അവർക്ക് ഇതാ പറ്റത്തില്ല, ഇത് മുറിച്ചതാ, ഞങ്ങക്ക് അലുക്കതാന്നും പറഞ്ഞ് വിളിയാ എപ്പോഴും എന്നോട്. സത്യം, ഇത് തുടങ്ങിയവർക്ക് പിന്നെ നിർത്തി വെക്കാൻ പറ്റത്തില്ല. ഇവിടെ മുന്നിലിരുന്നാലും അവർക്ക് ഇത് കെട്ടിക്കൊണ്ട് ഇങ്ങനെ കൈകൊണ്ട് കെട്ടാം. സംഗതി പഠിച്ചല്ലോ, അപ്പൊ അറിയാം. ഇതിപ്പോൾ ചോറ് ചെല്ലുമ്പോ ബാവുളിയെന്ന പോലെ സാധനം കമ്പി കെട്ടി കെട്ടി വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ് ആയി ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു കുടുംബത്തിൽ നടക്കുന്ന സംരംഭങ്ങളൊക്കെ. അപ്പൊ അതൊന്ന് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ വന്ന് പറഞ്ഞതും. അപ്പൊ എന്താ പറയുക, ഒരു സന്തോഷമുണ്ട് കേട്ടോ. കാരണം അഭിമാനം കൊള്ളുക. കാരണം ഇദ്ദേഹത്തിന്റെ ആ ബുദ്ധിയിൽ നിന്ന് തോന്നിയ ആ ഒരു സംരംഭത്തിന് വരുമാനത്തിന്റെ തന്നെയല്ല, നല്ലൊരു സംതൃപ്തി കിട്ടുന്നുണ്ട്. എല്ലാവർക്കും ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നു ഇത് കണ്ടതിൽ കേട്ടതിൽ. അപ്പം കണ്ണൻ സാഗറിന് കലാകാരൻ മാത്രമല്ലാതെ ഇങ്ങനെയുള്ള ചില കൊച്ചു മുടുക്ക് കലാപരിപാടികളുണ്ട്. അറിയിക്കുന്നു എല്ലാവർക്കും നന്മ കയറുന്നു. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് പൊക്കി വിട്ടാക്കണം. പറയടി സബ്സ്ക്രൈബ് ചെയ്ത്. ശരി, അതെ, ചേട്ടനെ ഞങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തി വിട്ടേക്കണം, സബ്സ്ക്രൈബ് ചെയ്ത്. ശരി, അല്ല ബെലൂടെ 1000 അങ്ങ് വിട്ടാക്കാൻ പറയാം. ബൈ ബൈ. അസ്നേഹം കണ്ണൻ സാർ, ബൈ.